അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻവീട് തറവാട്ടിൽ സമീറ പേടിച്ചിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, അല്ല സമീറ, ഇജ് എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം? ഉമ്മ, അത് എനിക്ക് പേടിയാണ് ഉമ്മ. എന്നെ കുറേ ഉപദ്രവിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അയാളെ ഇനി കാണാൻ തന്നെ. ഉമ്മ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സമീറ, നീ കരയല്ലേ, അവിടെ നിൽക്ക്. ഓൻ്റെ ആ ഉസിർ ഇന്നത്തോടു കൂടി ഞാനണ്ട് അവസാനിപ്പിക്കും. അതെ, അനക്ക് ആ ബന്ധത്തിന് താല്പര്യമില്ല എന്നിട്ട് മുറിച്ച് പറഞ്ഞേക്കണം. ഓൻ ഇങ്ങോട്ട് വന്നാലും പറയണം, ഞാൻ ഒരിക്കലും നിങ്ങളെ കൂടെ വരുന്നില്ല, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് നീ പറയണം. ഉമ്മ, എനിക്ക് പേടിയാണ് ഉമ്മ, ഒന്നിനും മടിക്കൂല. എന്തിന്? ഓ അങ്ങോട്ട് വരട്ടെ, ഞാൻ ജമീല താത്താനൊന്ന് വിളിച്ച് നോക്കട്ടെ. അപ്പോൾ തന്നെ ഉമ്മ ജമീല താത്തയെ വിളിക്കുന്നു. ജമീല. ആ ഐഷോ, അല്ല ഓൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാസർ അങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം കേട്ടോ. ആയിക്കോട്ടെ ഐഷോ, ഞാൻ പറഞ്ഞോളാം. എന്തായാലും വരും ഇക്കാരം, വരാതിരിക്കൊന്നുമില്ല. ഓൻ്റെ വരവ് ഇജ് എന്താ ചിട്ടിക്കുക? ഐഷുമ്മ രണ്ടും കൽപ്പിച്ച് കാത്തിരിക്കുകയാണ്. ഷമ്മാസിനോടൊന്നും പറഞ്ഞില്ല. എന്തിന്? ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആണുണ്ട് വിചാരിച്ച് കണ്ടൊന്നും നടക്കൂല. നല്ല പറയാനുള്ളതാണ് പറയണം, എന്നെങ്കിലും മാത്രമേ ചിലവർ പഠിക്കുള്ളൂ. ചില ആൾക്കാർ ഇതിനായിട്ട് നിൽക്കുകയാണ് പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കാൻ. ഒരു മനസ്സിന് സ്വസ്ഥതയും സമാധാനം ചിലവർ കൊടുക്കൂല. ഓലങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. ആയിഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. എന്നാൽ സമീറയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. പൊന്നാരൻ്റെ സമീറ, ഈ ദയവായി ഒന്ന് പേടിക്കാതിരിക്ക്. നീ ഒരു പെണ്ണാണ്. കാലാകാലം ഒരാൾ അടിമയായി ജീവിച്ച് അവരുടെ ഉപദ്രവവും അവരുടെ വാക്കും കേട്ട് പേടിച്ച് നിൽക്കാനുള്ള അടിമകളല്ല പെണ്ണുങ്ങൾ. അവർക്കും പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കും തൻ്റെ അടുത്തോളം പറയാൻ നാവ് അല്ലാഹു നൽകിക്കണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നങ്ങോട്ട് പറയണം. അല്ലാതെ എന്നും പേടിച്ചിരൊരു ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ ജീവിക്കാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതെ, നമ്മളെ സംരക്ഷിക്കുന്നുണ്ടോ, നമുക്ക് വേണ്ടി ചിലവ് തരുന്നുണ്ടോ, നമ്മളെ പോറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ഒഴിവാക്കി വിടണം. അങ്ങനെയൊന്നും ഒരാൾ കീഴിൽ നിൽക്കുക എവിടെയും പറഞ്ഞിട്ടില്ല. ശരിയാണ്, നമ്മൾ ഭർത്താവിനോട് സുജൂദ് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരാളെ ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് ഭർത്താവിനായിരിക്കുന്നു. പക്ഷെ ഇങ്ങനത്തെ ഭർത്താവിനല്ല പറഞ്ഞത്. ഇങ്ങനെ കള്ളുടിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടി തെമ്മാടിത്തരം കാട്ടി മറ്റ് പെണ്ണുങ്ങളൊപ്പം നടന്ന് തീരെ ഒരു വിലയില്ലാതെ ചവിട്ടി തള്ളിയിട്ട് പുറത്താക്കി അങ്ങനത്തെവർക്കല്ലത്. നല്ല മാന്യമായി അന്തസ്സോടു കൂടി ഭാര്യയെ പോറ്റുന്നവർക്കും അവരെ ബഹുമാനിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ താന്തോന്നിയായി നടന്നിട്ട് കാട്ടിക്കൂട്ടണമല്ല. ഒരു പേടിയും പേടിക്കണ്ട, പഠിച്ചോ ഉണ്ടാവും നമ്മളെ കൂടെ. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും വന്നിട്ടില്ല. ആ തള്ളക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഓടിക്കേന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. എന്നിട്ട് വന്നപ്പോഴോ എൻ്റെ കയ്യിൽ ഫോണും ഇല്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥ. പിന്നെ ഏതായാലും ഷാമോന് ഒന്നുകൊണ്ട് കൊടുന്നല്ലേ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിലോ അവിടെ എത്തിയാ പോലെ ഉള്ളത് നുള്ളി പെറുക്കുകയാണ്. എന്തൊരു മനുഷ്യന്മാരത്. എത്തിക്കിട്ടിയ ഒരു കരട് മേത്തുണ്ടെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതാണ്ട് പിടിച്ച് പറിച്ച് വാങ്ങുക, മോഷ്ടിക്കുക, വിൽക്കുക. എന്തൊരു മനുഷ്യന്മാരവർ. ഇവർക്ക് പഠിച്ചവനെ പേടില്ലേക്കും. ഉമ്മ, അതൊന്നും ഇനി പറയണ്ട, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. അതൊക്കെ കഴിഞ്ഞു പോയിക്കണെങ്കിന് കണക്ക് തന്നെ ഉണ്ടാവും. ഇതൊരു പെണ്ണാണെങ്കിൽ കുറച്ച് ധൈര്യത്തിലേക്ക് ഒരാളെ പേടിച്ച് നിൽക്കുക വേണ്ട. എൻ്റെ നാത്തൂമാരാണെങ്കിലും വേണ്ടില്ല, ഭർത്താവാൻ വേണ്ടില്ല. ആവശ്യത്തിന് സംസാരിക്കാനും തൻ്റെ അടുത്തോട് നിൽക്കാനും പെണ്ണുങ്ങൾ പഠിക്കണം. ചില പെൺകുട്ടികളുണ്ട്, അതെ, ഭർത്താവിൻ്റെ വീട്ടുകാരെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു ടീം. അതെ, അവിടുത്തെ ജോലിയും കാര്യങ്ങളും അതെടുക്കണം. അവർ പറഞ്ഞ ചീത്തയും വാക്കും അതും കേൾക്കണം. ഞാനിങ്ങനെ ഒരു ദിവസം നമ്മളെ കുടുംബക്കാരെ വീട്ടിലേക്ക് പോയപ്പോൾ അവർ തൊട്ട അയൽവാസിൻ്റെ വീട്ടുകാർ അവിടെ ഉണ്ട്. പുതിയ വീടൊക്കെ എടുത്ത ആൾക്കാരാണ്. അതിൽ ആ മരുമകൾ ഞങ്ങളിങ്ങനെ സംസാരിക്കണ സമയത്ത് ആ പെണ്ണ് വന്നിങ്ങനെ നോക്കിയോ നിന്ന്. അതിലെന്താ പറഞ്ഞു തന്നാ തള്ള, എന്താ ഇവിടെ നോക്കിക്കണം, എനിക്ക് അടുക്കള ഭാഗത്ത് പണിയൊന്നുമില്ലേ, ഇവിടെ വന്ന് എന്തിനാ നിൽക്കണത്? അപ്പം എന്താ ഒരു മരുമകൾ എന്ന് വെച്ചാൽ ഒരു വേലക്കാരത്തിയേക്കാളും അങ്ങേ അറ്റത്തിനാണ് അവരതിനെ കണക്കാക്കിയത്. കാരണം അതിന് വെറുതെ നിൽക്കാൻ സമ്മതിക്കണില്ല. എല്ലാവരും ഗസ്റ്റുകളൊക്കെ വന്ന കൂട്ടത്തിൽ അതും മരുമകളല്ല ഒന്ന് വന്ന് സംസാരിക്കുന്നിടത്തൊന്ന് നിന്നോ, അപ്പുറത്ത് പണി പോയെടുക്കാൻ, എനിക്ക് പണിയൊന്നുമില്ല അടുക്കളയിൽ. അതാ പറഞ്ഞതാ വീട്ടിലത്തെ ഉമ്മയും ഉപ്പയും. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി.
അന്ന് തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ചില ആളുകൾക്കുണ്ടല്ലെങ്കിലും മരുമക്കളെ ഒരു അടിമകളാക്കി ഇങ്ങോട്ട് വെക്കുക, എല്ലാവരെ കൊണ്ട് ചെയ്യിക്കുക, ഉമ്മയും പെങ്ങന്മാരൊക്കെ വലിയ ആൾക്കാരായി നടക്കുക. എല്ലാവരും വിചാരത എന്താ, ഈ മരുക്കൾ എന്ന് പറഞ്ഞാൽ ഈ പരീത്ത മുഴുവൻ പണിയെടുക്കാൻ വേണ്ടി കെട്ടിക്കൊണ്ടുവരുന്ന മൃഗങ്ങളാണെന്നാ. അങ്ങനത്തെ ഒരു മൃഗത്തിനോടും അത്ര കാണിക്കൂല, അങ്ങനത്തെ രീതിയിലാണ് കാട്ടിക്കൂട്ടൽ. എല്ലാം ആ പെണ്ണെന്നെ ചെയ്യണം, അത് നിർബന്ധമാണ് അത്ര. ഭർത്താവിൻ്റെ വീട്ടിലത്തെ എല്ലാ പണിയും പെണ്ണ് അത്രയും ഓമനിച്ച് പോറ്റി വളർത്തിയ കുട്ടിയായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടിലെത്തിയാൽ എന്താ, ആ ജോലി മുഴുവൻ എടുക്കണം എന്ന് അവിടെ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താ, ആ പെണ്ണൊരു പണി എടുക്കൂല, ഓൾക്കൊന്നും അറിയില്ല, അങ്ങനെ എങ്ങനെയാണ് പറയാം. എല്ലാവരും ചോദിക്കൂല അങ്ങനെ തന്നെ, എങ്ങനെ പുതിയണ്ണ് പണിയൊക്കെ എടുക്കുന്നുണ്ടോ, പുതിയണ്ണ് എന്താ മട്ടം വെച്ചുണ്ടാക്കാൻ അറിയോ, എവിടെ, അതുവരെ പഠിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികയായിരിക്കും പിറ്റേന്ന്. ആ കുട്ടിക്കൊരു പക്ഷേ വീട്ടിലങ്ങനെ ചെയ്യാൻ ഒഴിവ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ചോദിക്കല്, വെച്ചുണ്ടാക്കൽ അറിയോ, പണിയൊക്കെ എടുക്കുന്നുണ്ടോ, വൃത്തിയുണ്ടോ, അതാണ് പലരുടെയും. അതൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്നതിൽ ആവശ്യത്തിനൊക്കെ എല്ലാവരും കൂടിയാടി എടുക്കുക, ആ കുട്ടിയെ മാത്രം എല്ലാ ജോലിയും ചെയ്യാനാക്കാതെ നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല കേട്ടോ, ഈ മരുക്കൾ അങ്ങനെ പേറിപ്പിക്കുന്നോട് തീരെ യോജിപ്പില്ല. ഇനിയിപ്പോൾ ആരായാലും ശരി, സമീറ എന്നോട് ഞാൻ പറയണത്, എന്നോട് ഇവിടുത്തെ ഞാൻ ഒരു വേലക്കാരെ ഞാൻ വെച്ചിട്ടിരുന്നില്ല, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് സ്ഥാനം. പക്ഷേ ഈ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ എനിക്കൊരു ഇടങ്ങാറുണ്ട്. കൂടുതലായിട്ട് ജോലി ചെയ്യരുതെന്ന് എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞേക്കണം. പക്ഷേ നിൽക്കൂല, റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുക. കുറച്ചൊക്കെ അവനാൻ്റെ തടി നോക്കണ്ടേ, പടച്ച റബ്ബ് തന്ന തടി നമ്മൾ കൂടുതലായിട്ട് പണിയെടുപ്പിച്ച് ക്ഷീണിപ്പിച്ചാൽ അതും നമുക്ക് ചോദ്യം ഉണ്ടാവും കേട്ടോ. ഞാൻ സൃഷ്ടിച്ച ആ ഒരു ആവശ്യത്തിനെടുക്കണം, ആവശ്യത്തിലേറെ കണക്കിലേറെ ശരീരത്തിനും കൊണ്ട് ഭാരം വലിപ്പിച്ച് ഇടങ്ങാറാക്കി നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുത്താനും പാടില്ല. ഓരോ അവയവങ്ങളെ പറ്റിയും ചോദിക്കപ്പെടും, അതിൽ പെട്ടത് തന്നെയാണ് അതും. എന്തൊക്കെ തന്നെയായാലും സമീർ ആവശ്യത്തിന് എവിടെയാണെങ്കിലും, ഇനി ഭർത്താവിൻ്റെ വീടല്ല എവിടെ ആണെങ്കിലും ആവശ്യത്തിന് മാത്രം എടുക്കുക, കണക്കിലേറെ എടുത്തുകൊണ്ട് വെറുതെ തടി കേടെടുത്താൽ നാളെ വയ്യാതെ കിടക്കുമ്പോൾ ഒരു കുട്ടി നോക്കാണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ട് സമീറ, ഞാനേ ഇവിടെ സുഖമില്ലാതെ കിടന്ന ഒരവസ്ഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എവിടെ, സ്വന്തം മക്കളെ വരെ കിട്ടിയിട്ടില്ലേ എനിക്ക്. ഞാൻ കുറ്റം പറയല്ല, ഓൽക്കെന്താ കുട്ടികളും മക്കളും സ്കൂളും, കുട്ടികൾക്ക് സ്കൂളുണ്ട് മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് പുതിയാപ്പിളിനെ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. സ്വന്തം മക്കൾ വരെ സുഖമില്ലാത്ത സമയത്ത് വരൂല, മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തും. ആൾക്കാർ പറയുമല്ലോ, അല്ലെങ്കിൽ വന്നില്ലെങ്കിലേ ഓള് വന്നില്ലേ, ഓള് വേഗം പോയോ, അത് 7-14 കഴിയാതെ പോയാലോ, അതിനും കുറ്റം. ഓളപ്പോത്തിനെ പോയി. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഉമ്മമാരൊന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ ഉമ്മമാർക്കൊന്ന് കാണണം, അല്ലെങ്കിൽ ഉപ്പമാർക്കൊന്ന് കാണണം, ഓലെ കൂടെ ഒന്ന് ജീവിക്കാൻ ഉള്ളൊരു ആഗ്രഹം കൊണ്ട് വിളിക്കായിരിക്കും. ഇവിടെ ആര് പോണുമ്മ, എൻ്റെ കുട്ടിക്ക് മദ്രസാണ്, എൻ്റെ കുട്ടിക്ക് സ്കൂളാണുമ്മ, പരീക്ഷയാണ്, എങ്ങനെ മട്ടുകാണ്ട് പോവുക, ഇവിടെ ഇവലൊക്കെ ഉണ്ടാവും, ഇവർക്ക് വെച്ചുണ്ടാക്കലും. കുട്ടിയെ ഒന്ന് കാണാനുള്ള പൂതി കൊണ്ടാണ്, പക്ഷേ പോവില്ല. പിന്നെ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഓടും. എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ തന്നെ, ആരായിട്ട് ഞാൻ പറയണില്ല. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ. അല്ലാ, ഒരു പായ്ത്തൽക്കിലിടാതെ പൂതിക്ക് 2 ദിവസത്തിന് ഒന്ന്, അത് മാത്രം. അല്ലാതെ ഒരാൾ നമ്മളീ പായിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ നിരകിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ, നമ്മുടെ വിസർജ്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കേണ്ട ഒരാളുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന അവസ്ഥ, റബ്ബെ എല്ലാവർക്കും വെറുപ്പും മടുപ്പുള്ള സംഭവമായിരിക്കും. റഹ്മാനെ, ഒരിക്കൽ പോലും അങ്ങനെ ഒരു അവസ്ഥ നീ വരുത്തല്ല അല്ലാ. ആയിഷുമ്മ ദുആ ചെയ്തു, അത് കേട്ട് സമീറ ആമീൻ പറഞ്ഞു. പെട്ടെന്നതാ വാതിലിന് മുട്ട് കേൾക്കുന്നു. ആരപ്പം അടുക്കള വാതിലല്ല മുട്ടണത്? എടി, ആ വാതിലൊന്നെടുത്താ. ഉമ്മ, എനിക്ക് പേടിയാണ് ഉമ്മ. എന്തിനു മോളെ പേടിക്കണ്? അടുക്കള ഭാഗത്ത് കൂടെ ഒന്നും ആരും ഇങ്ങോട്ട് വരുമൊന്നുമില്ല. തുറന്നെടുത്ത മോളെ, എടുക്ക്, ഞാൻ തുറക്കാം. ആരടാ, ആർക്കവിടെ വേണ്ടിയത്? ഐഷും അത് പറഞ്ഞുകൊണ്ടാണ് വാതിൽ തുറന്നത്. അത് ശരി, എന്ത് ജമീല? പൊന്നാരൻ്റെ ഐഷു അത് അവിടെ ഒന്നും വന്നിക്കണേ, അവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കണേ, എവിടെ ഓള് വെച്ച് കണ്ട്. ഞാൻ അടുക്കള ഭാഗത്ത്, കുട്ടികളൊക്കെ സ്കൂൾക്ക് വയ്ക്കണേ, അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങി മണ്ടിക്കണ്. ഞാൻ പേടിച്ചിട്ട്, ഞാൻ എന്താ ചെങ്ങായിനെ കാട്ടെനിക്ക് വിടരില്ല. എന്തേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ കുറേ പറഞ്ഞു നോക്കി, അങ്ങോട്ട് ചെല്ലാം, അവിടേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന്. ഐഷുമ്മ അതാ ഇറങ്ങുന്നു. ഉമ്മ, നിങ്ങൾ പോണ്ടമ്മ.
സമീറ ഉണ്ടാക്ക്. ഉമ്മ നിങ്ങൾ പോണ്ട, ഒന്നിനും മടിക്കൂലമ്മ. കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടെങ്കിൽ ഒന്നിനും മടിക്കാതെ ബുദ്ധിയില്ലാതെ കയറി വരികയായിരിക്കും. ഉമ്മ നിങ്ങൾ പോലെ. അവിടുന്ന് അത് ഉറക്കെ വിളിക്കുന്നു, ഇവിടെ വാടി സമീറ, ഇവിടെ വാടി. എന്താ നിനക്ക് ഇങ്ങോട്ട് വന്നാൽ? ഉമ്മ നിങ്ങൾ പോണ്ട, ഓനെന്താ ധൈര്യമില്ലേ? ഓൻ്റെ കാല് വെട്ടണം ധൈര്യം ഇല്ലെങ്കിൽ. അവിടെ മറ്റുള്ള പെരി പോയിക്കാണ്ട് ശല്യപ്പെടുത്ത പെണ്ണ് ഇവിടെ നിൽക്കുമ്പോൾ. ആഹാ ഉമ്മ നിങ്ങൾ പോണ്ടമ്മ, ഒന്നിനും മടിക്കാത്തതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ. ഉമ്മ നിങ്ങൾ പോല്ലേ. സമീറ എനിക്ക് മരിക്കാൻ ഭയമില്ല, പക്ഷേ നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. എന്താ ഇവിടെ പെൺകുട്ടിയൊക്കെ ജീവിക്കണ്ടേ? ഓനെന്ത് ഇങ്ങോട്ട് വരാത്തത്? ഇങ്ങോട്ട് വിളിച്ചുവിടും ഓനെ. ഇന്നെ കൊണ്ട് അങ്ങോട്ട് എത്തിക്കണല്ലേ ഓന്? പേടിച്ച് നിൽക്കുകയാണ്. പേടില്ല, എനിക്ക് ധൈര്യമില്ല. എന്നാൽ ഐഷും അവിടുന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, എനിക്ക് സമീറാനെ ഞാൻ തരാം, ഇങ്ങോട്ട് വാജ്. ആ ഒരു ശബ്ദം നാസറിൻ്റെ ചെവിയിൽ പതിയുന്നു. എന്നാൽ നാസറിന് അത് ബുദ്ധിയെല്ലാം തോന്നിപ്പോയി. കാരണം അവിടുത്തെ ആ സ്ത്രീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. തൽക്കാലം മെല്ലെ അങ്ങ് പിന്മാറിയായിരിക്കും നല്ലത്. എന്നാൽ നാസർ ഐഷുമ്മയുടെ ആ ശബ്ദം കേട്ടപ്പോഴേക്കും അതാ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയായിരുന്നു. എവിടെ ജമീലജ്ജ് പേടിച്ചാണ് പോകേണ്ട, ഇവിടെ നിന്നോ, അങ്ങോട്ട് വരുമോ നോക്കാല. ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. വേഗം പോലീസിനെ വിളിച്ചാലും ചെയ്യുന്നില്ല. എനിക്ക് വണ്ടിന്ന് ഒന്ന് രണ്ട് വർത്താനം പറയാണ്ട്, അതാ വണ്ടിതോ അങ്ങോട്ട് വരട്ടെ. കാണാനില്ലല്ലോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെട്ടാ. ഐഷുവോ അവിടെ കാണുന്നില്ല. കൊലായ്മൽ അവിടെ കയറി ഇരുന്നേനു, അവിടെ കാണാനില്ല. പോയിക്കണാവോ. ഇതുള്ളൂ. ഇങ്ങനത്തെ വല്ലൊന്നും പേടിച്ച് നിൽക്കരുത്. അപ്പക്കപ്പം നേരിട്ട് തന്നെ വേണം. പാവ അടി കിട്ടുന്ന പേടിച്ചിട്ടാണ്. നല്ലോണം കിട്ടിയിരിക്കണം. മോത്തൊക്കെ വന്നപ്പോൾ തണറിട്ട് ചോന്നി എത്രങ്ങാനും ഉണ്ടെന്ന് വെച്ചിട്ടിരിക്കുക. തലങ്ങും വലങ്ങും തല്ലല്ലേ, ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട്. ഏതായാലും അത് വന്ന് കയറിയത് ഇത്ര വലിയൊരു ഇടങ്ങാറുന്നുള്ള കാര്യം പിന്നെ മനസ്സിലാണ്. പഠിച്ച റബ്ബ് കാക്കട്ടെ. പൊന്നാര സമീറ, ഓനെ വിളിച്ചാൽ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇജ്ജ് പോവരുത് എൻ്റെ കൂടെ കേട്ടോ. ഞാൻ എന്നെ നിർബന്ധിക്കല്ല, എനിക്കിപ്പോൾ ജിൻ്റെ മോളെപ്പോലെയാണ്. പക്ഷേ ഉപദ്രവിക്കുന്ന കള്ളുകുടിയനായ അത്രക്കും മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ കൂടെ പോകാൻ എൻ്റെ മോളാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ഇജിപ്പോൾ എൻ്റെ മോളെ സ്ഥാനത്താണ്, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. ഇനി നാസറിൻ്റെ കൂടെ എനിക്ക് പോകണമെന്ന് എൻ്റെ മനസ്സിന് വല്ല ദയ തോന്നുകയാണെങ്കിലും ഒക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പോവുകയാണെങ്കിൽ പോവാന്നല്ലാതെ ഈ ഒരു ലെവൽക്ക് എൻ്റെ കുട്ടി പോവരുത്. എന്നോട് എനിക്ക് ഇവിടെ നിൽക്കാനോ ഇവിടുത്തെ പണിയെടുക്കാനോ അതിനൊന്നല്ല. എനിക്ക് എന്തായാലും ഇടങ്ങാറാകരുത് എന്നാണ് ആഗ്രഹമുള്ളൂ ജീവിതത്തിൽ. അങ്ങനത്തെ പുതിയാപ്പിളാർ മാണ്ടെങ്കിലും മാണ്ടാന്ന് വെക്കണം. അല്ലാതെ പോലെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ല വേണ്ടിയത്. ഒറ്റയ്ക്ക് ജീവിക്കണം അന്തസ്സുള്ള പെണ്ണുങ്ങളാണെങ്കിൽ. അല്ലാതെ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാർ ചെയ്യലില്ല എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങളൊക്കെ കണ്ടും കേട്ടും സഹിച്ചും പേടിച്ച് ഓലെ കീഴിലിങ്ങനെ ഒരു അടിമയെ പോലെ ജോലി ചെയ്യുന്ന എത്രയോ ഉണ്ട് പെണ്ണുങ്ങൾ. പേടിയാണ്, ഭർത്താവിനൊക്കെ തല്ല് കിട്ടും. അതൊന്നും പാടില്ല നമ്മൾക്ക്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ അതിനൊക്കെ വലിയ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സോലിഹായ ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കണം, സോലിഹായ ഭർത്താക്കന്മാരെ കിട്ടണം, ദുആ ചെയ്യണം എന്ന് പറയണത്. കാരണം എന്താ, ഓല് പഠിച്ചോലാണ്, ഓൽക്ക് അറിയാം ഒരു ഭാര്യനെ എങ്ങനെ സംരക്ഷിക്കണം, ഭാര്യയ്ക്ക് എന്തെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം, അവർ ഏത് രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം എന്നതറിയാം. അതറിയാത്തോല് ഇതാ ദീനില്ലെങ്കിൽ തന്നെ അതാണ് പറഞ്ഞത് 4 കാര്യം നോക്കണം എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും സമ്പത്ത്, സൗന്ദര്യം, അതുപോലെ തന്നെ ദീന്, തറവാട്, ഈ 4 കാര്യം നോക്കേണ്ടത്. 3 നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഗ്ലാമർ ഇല്ലാത്ത പോലെ കല്യാണം കഴിക്കാം, സമ്പത്തില്ലാത്ത പോലെ കല്യാണം കഴിക്കാം, തറവാടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ദീന് അത് നോക്കിക്കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് രക്ഷപ്പെടും, അവൾക്ക് സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. അല്ലാത്തോലെന്താ ഈ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി പെണ്ണ് മനസ്സ് ഉരുകി വേദനിച്ച് അങ്ങനത്തെ റബ്ബേ. പക്ഷേ എത്ര പഠിച്ചോലാണെങ്കിലും അങ്ങനെ നടക്കും വേണം കേട്ടോ, നടക്കണോലും വേണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇഷ്ടം പോലെ ജീവിക്കുക, അത് നടക്കൂല. ഏതായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ. സമീറ, എനിക്ക് എന്നോട് പറയാനുള്ള കാര്യം, എനിക്ക് തീരുമാനിക്കാം എൻ്റെ ജീവിതം. ഞാൻ പറയണത് എനിക്ക് ഓനോട് അല്പമെങ്കിലും ദയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ്റെ സ്വഭാവം നന്നായിട്ട് മാത്രം പോയാൽ മതി.
പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരിക്കൽ ഓൻ്റെ കൂടെ ജീവിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഓനങ്ങോട്ട് ഒഴിവാക്കുക. ഫസ്ക് എന്നൊക്കെ പറയുമ്പോൾ സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മളെ വിവാഹമോചനം നമ്മളിവിടെ നേടുക, അതന്നാണ്ട് ഒഴിവാക്കുക. എന്താ, അത് ആണുങ്ങൾക്ക് മാത്രമേ കല്യാണം കഴിച്ച് ഒഴിവാക്കൽ നടക്കുള്ളൂ? ഒരിക്കലുമല്ല. പെണ്ണുങ്ങൾക്ക് ആവശ്യം വന്നാലും ഒഴിവാക്കുക. എൻ്റെ സ്ഥിതിഗതി ഇപ്പോൾ അതാണ്. എനിക്ക് പറയാനുള്ളത് എന്നോട് ഇജ്ജ് ഓനാണ്ട് പള്ളി കമ്മിറ്റിയിൽ പോയി പറയണം, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, അതിനെക്കൊണ്ടൊരു ഉപകാരമില്ലയെന്ന് പോയി പറയണം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാ നടപടി എടുത്തിട്ട് അനക്ക് സ്വതന്ത്രമാകാം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ വേറൊന്നും നോക്കിക്കൂടെ? ഉമ്മ അതൊന്നും ഇപ്പോൾ ഞാൻ ആലോചിക്കണില്ല. പക്ഷെ അയാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഇല്ല ഉമ്മ, എനിക്ക് പേടിയാണ്. ഞാൻ അത്രക്കും സഹിച്ചേക്കണ്. മോളെ, ഓൻ അവിടെ വന്നുകൊണ്ട് പേടിച്ച് പോയിക്കണു. അങ്ങോട്ട് കടന്നില്ലല്ലോ, ഇങ്ങോട്ട് കിടക്കട്ടെ ഓനെ. ഓനക്ക് ബാക്കി വർത്താനം ഞാൻ പറഞ്ഞു കൊടുക്കാം. ആഹാ, അങ്ങനെ ആയാലും ഇപ്പം അങ്ങനെ ശരിയാവും. ഇജ്ജ് ഒരു പേടിയും പേടിക്കണ്ട. പുത്തൻ വീട് തറവാട്ടൊക്കെ ആരെങ്കിലും കയറിയിരിക്കണമെങ്കിൽ അതിനുള്ള തക്കതായ ചോദ്യം ഞാൻ ചോദിച്ചിട്ടേ വിടുള്ളൂ. അതിന് പിന്നെ കൊന്നാലും വേണ്ടിയില്ല. എനിക്ക് അങ്ങനത്തെ പേടി, നിനക്ക് ജീവനെ പേടിയേ ഇല്ല. എന്തിനു പേടിക്കണം? മരിക്കണേ അന്തസ്സോട് കൂടി മരിക്കണം, അല്ലാതെ പേടിച്ച് ഭീരുവായിട്ട് മരിക്കാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കണില്ല. ഓ വന്നീരല്ലേ കാത്തിരുന്നിട്ടും പേടിച്ച് പോയി എന്നറിയാം, അല്ല അപ്പം എന്താ ചെയ്യുക? പോട്ടെ, വരുമ്പോൾ കാണാം. ഇജ്ജ് ഒരു പേടിയും പേടിക്കണ്ട. ജി പുത്തൻ വീട് തറവാട്ടിൽ ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മോള് സമീറ പേടിക്കണ്ട. മരിക്കുവോളം ഞാൻ ഉണ്ടാവും എൻ്റെ കൂടെ, ഇജ്ജ് പേടിക്കണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ ആ ഒരു വാക്കുകൾ സമീറയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. റബ്ബേ പഠിച്ചോനെ, ഉമ്മാക്ക് എന്നും ഈ സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിൽ. അവൾ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, റഹ്മാനെ സമാധാനത്തോടെ ഇവിടെ നിൽക്കാമല്ലേ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷമ്മാസ് വിളിക്കുന്നു. ഉമ്മ, അല്ല ഉസ്താദിന് ഫുഡ് എന്ത് വേണ്ടത്? കൊണ്ടു കൊടുക്കുകയാണോ അതോ ഉസ്താദിനോട് വരാൻ പറയേ? എന്താ വേണ്ടത്? മോനെ, ഇങ്ങോട്ട് വന്നാൽ ഏറ്റവും തൃപ്തിയാണ്, പക്ഷേ ബുദ്ധിമുട്ടാകുമോ? ആകുകയാണെങ്കിൽ നമുക്കങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ചോറും കറിയും കൂട്ടാനും എല്ലാതും അയക്കണം മോനെ. അതുകൊണ്ടൊന്നും ഒരു പേടിയും പേടിക്കണ്ട ഉമ്മാൻ്റെ കുട്ടി. എന്താ വേണ്ടത് ഉസ്താദിനോട് ചോദിച്ചു നോക്കിട്ടോ. ഇനിയിപ്പോൾ വന്നാൽ ഐഷുവിനൊന്ന് കണ്ടു പോവും ചെയ്യാം. അതിപ്പോൾ അധികം നടക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നട്ടുച്ചക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഇടങ്ങാറാക്കണ്ട എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഒന്ന് വന്നാലും രാവിലെ വന്നാലും ഉച്ചക്ക് ഇനിയിപ്പോൾ അതിനെ വെയിലത്ത് നടത്തണോ പൊന്നു മോനെ? ഉമ്മ, അത് അല്ല മോളുണ്ടായതുകൊണ്ടേ നമുക്ക് ഇനി കുട്ടീനെ കാണെങ്കിൽ കണ്ടും ചെയ്തോട്ടെ, അത് വിചാരിച്ചിട്ടാണ്. പാവം, ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ കേട്ടോ മോളോട്. മോളെ ഐഷു. ഉമ്മ എന്ത് വിളിച്ചത്? മോളെ, ഇന്ന് ഉപ്പച്ചി പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. എന്നും ഉച്ചക്ക് വെയിലത്ത് ബൈക്കുമ്മലൊക്കെ വരണ്ടേ ഉപ്പച്ചിക്ക്? അപ്പോൾ ഉപ്പച്ചി ഇന്ന് പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, രാത്രി വന്നാൽ മതിയോ? ഉപ്പച്ചിയെ കാണണം ഉമ്മമ്മ. ഉമ്മമ്മ പറഞ്ഞില്ലേ ഉപ്പച്ചി ഉച്ചക്ക് കാണാന്നുള്ളത്? ആ മോളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഐഷുമ്മയുടെ മനസ്സിൽ പാവം മോള് ഏറെ പ്രതീക്ഷയോടെയാണ്. ഇപ്പോൾ ആ ചോദിക്കലൊന്നുമില്ല. ഇപ്പം എന്തെന്നറിയില്ല, ഭക്ഷണം കഴിക്കാനൊക്കെ ഉഷാറാണ്, എല്ലാത്തിനും നല്ലൊരു ഇതാണ്. ഇപ്പോൾ സമീറാക്കുണ്ട് ടെൻഷന്. അത് നാസറിന് അയാളുടെ വിചാരിച്ചിട്ടേ ഒരു പേടിയും പേടിക്കണ്ടെന്ന് ഓളോട് ഞാൻ പറഞ്ഞേക്കണ്. ഐഷുവോ, ഉപ്പച്ചി എന്ത് വേണ്ടത്? ഉപ്പച്ചി ഇപ്പോൾ വരണമെങ്കിൽ വരും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഇക്കാക്ക കൊണ്ടുപോയി കൊടുക്കും, എന്തെങ്കിലും ചെയ്യുക. എന്താ വേണ്ടത്? ഉപ്പച്ചിനെ കാണണം മോളെ. നട്ടുച്ചക്ക് വരുത്തണോ? പാവല്ലേ ഉപ്പച്ചി, ഉപ്പച്ചിനെ കാണണം. ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ കേട്ടോ. മോനെ, ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി എന്നാൽ എന്താ ഉസ്താദിനോട് പറഞ്ഞാലൊന്ന് വരാനിട്ടാ. കാരണം എന്താണെന്നോ, ആയിഷു കാണണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. ആയിക്കോട്ടെ ഉമ്മ. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ ഉസ്താദേ. ഷമ്മാസ്, ഉസ്താദേ ബുദ്ധിമുട്ടാവുമോ? എന്ത് ഷമ്മാസ്? അല്ലേ ഫുഡ് അങ്ങോട്ട് എത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. ഉച്ചയാകുമ്പോഴേ അതിൻ്റേതായ ഒരു പ്രയാസം. അത് എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഉച്ചക്ക് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, കുറച്ച് നേരത്തെ വല്ല ചായ ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആയിഷു ഉപ്പച്ചിനെ കാണണമെന്ന് പറയുകയാണല്ലോ, അതുകൊണ്ടാണ് ഉസ്താദെ ഞാനങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉസ്താദ് പറയാണ്,
ഷാമോനെ, അത് എപ്പോഴും പോകുമ്പോഴേ എനിക്ക് അല്ല ഇവിടേക്ക് എത്തിക്കണം എന്ന് അത് ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഇവിടുന്ന് കഴിച്ചോളാം. ഇവിടെ ഹോട്ടലുണ്ടല്ലോ, ഞാൻ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ പോരെ, ഞാൻ അവിടുന്ന് കഴിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഉസ്താദുമാരെ എന്തെങ്കിലുമൊക്കെ ഉസ്താദുമാരുടെ അടുത്ത് എന്തെങ്കിലും ചെറിയൊരു പിഴവ് വന്നു പോയാലേ ആളുകളതിന് വലിയൊരു സംഭവമാക്കി മാറ്റും. എനിക്കെൻ്റെ കുട്ടിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അത് വൈകുന്നേരം നിങ്ങളൊന്ന് വന്നാലും മതി. അല്ലെങ്കിൽ നീ അതേ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോവാ, ഞാൻ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വരാം. നമ്മളിപ്പോൾ വീട്ടിലേക്ക് എന്നിങ്ങനെ വരുമ്പോഴേ അത് ഉസ്താദുമാർ എന്നുള്ള പേര് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കണ്ട, ആളുകളിങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ പുത്തൻ വീട് തറവാടിന് ഒരു ദോഷവും വരാൻ ഞാൻ ആഗ്രഹിക്കണില്ല. പ്രത്യേകിച്ച് അവിടെ ഒരു പെണ്ണുള്ള സ്ഥിതിക്ക് അതിനിപ്പോൾ പെണ്ണ് ആരൊക്കെ തന്നെ ആയാലും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ വരും ഷമ്മാസേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നുകൂടെ ഞാൻ ഉച്ചക്ക് അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം കേട്ടോ. കാരണം എനിക്ക് എൻ്റെ കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ 2-3 നേരം വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ ആളുകളുടെ കണ്ണിൽ അതവർ എന്താ ഉസ്താദ് നിങ്ങൾ പറയുന്നത്? ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ വീട്ടിലൊരു ഉസ്താദുണ്ട്. അതെൻ്റെ വല്യമ്മയുള്ള കാലത്തേ ഉള്ളതാണ്. ഇന്ന് വരെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഇല്ലാതായിട്ട്. കാരണം മറ്റേ ഉസ്താദിനുള്ള ഫുഡ് എത്തിക്കാനെന്ന് വെച്ചാൽ അതിൻ്റെ അടുക്ക് പല ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് അതിനിപ്പോൾ കിട്ടാത്തത്. നിങ്ങൾ വെച്ചാൽ പള്ളിയിൽ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ, അപ്പോൾ ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറി ചെല്ലാം. എൻ്റെ ഉമ്മ ഐഷുവും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പോകാം കേട്ടോ. എന്നാൽ മനമില്ലാ മനസ്സോടു കൂടി അന്ന് ഉസ്താദ് അതാ ഇറങ്ങുന്നു. അതെ, പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട്. ഐഷുമോൾ ഉപ്പച്ചിയെ കാത്തിരിക്കാണ്. ആ ഉപ്പച്ചി വന്നു, ഉമ്മമ്മ ഉപ്പച്ചി വന്നു. മോളെ, ഉസ്താദ് ഹെൽമറ്റ് ഊരി അതാ അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നു. മോനെ കയറിക്കോളി ഇങ്ങോട്ട്. ഐഷുമ്മ തട്ടം ശരിക്കിട്ട് ഇങ്ങോട്ട് വന്നു. കയറിക്കോളി, കുട്ടീനെ എത്ര നേരെ കുട്ടി കാത്തിക്കണമെന്നോ ഉപ്പച്ചിനെ. കയറിക്കോളി, കയറിയിരിക്കി. ഉമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ കയറിയിരിക്കേ, ഒരു മടിയും കരുതണ്ട കേട്ടോ. ഇങ്ങോട്ട് ധൈര്യമായിട്ട് കയറി വരാം. ഇതാ എൻ്റെ ജീവന് പഠിച്ചോൻ കൊണ്ടോടത്തോളം കാലം ധൈര്യമായി പുത്തൻ വീട് തറവാട്ടിൽ നിങ്ങൾക്ക് കയറി വരാം. എൻ്റെ കൈകൊണ്ട് ഞാൻ വഴമ്പിത്തരാൻ എനിക്ക് എത്ര വെക്കും അത്ര ഞങ്ങൾക്ക് വഴമ്പിത്തരും. അതിൻ്റെ ശേഷമുള്ള എനിക്കറിയില്ല. ഈ ഒരു റൂഹ് പിരിയോളം നിങ്ങൾക്കിവിടെ നിൽക്കാം. എനിക്കിവിടെ നിർത്താനും ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ നിൽക്കൂലല്ലോ. എന്തൊക്കെ തന്നെയല്ല, നിങ്ങൾ ഒരു മടിയും കാണിക്കാതെ നിങ്ങൾക്ക് 3, 4, 5 നേരം കയറി വരെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം. നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതുള്ളൂ. ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യുക. അതേ ഇനിയിപ്പോൾ ഉള്ളൂ എൻ്റെ മനസ്സിക്ക്. ബാക്കിയൊക്കെ അൽഹംദുലില്ലാ ഏറെക്കുറെ റാഹത്തേക്കണ്. പിന്നെ മനസ്സിക്കൊരു വേദന ഒന്നും കൂടി ഉണ്ട്. എൻ്റെ സമീറ ഓളെ കാര്യത്തിൽ ഇപ്പം എനിക്ക് മനസ്സിക്ക് വല്ലാത്തൊരു വേദന ഉണ്ട് ഉസ്താദേ. ഓളെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതിന് കുറേ തല്ലൊക്കെ കിട്ടിയേക്കണ്. സത്യം പറഞ്ഞാൽ ഉസ്താദേ, ഞാൻ ചോറ് വിളമ്പാൻ പോവാണ് അവിടേക്ക്. എന്നാൽ അപ്പോഴേക്കും സമീറ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഡൈനിങ് ടേബിളിൽ അവൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു. മോളെ സമീറ, മാഷാ അല്ലാ ഉസ്താദേ, നല്ലൊരു പെൺകുട്ടിയാണ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാപ്പിള കുറച്ചൊരു വടക്കാണ്. മൂപ്പരി ഫാഷനും പ്രദോഷം പറയാൻ കരുതല്ല. അത്രക്കും ആ കുട്ടി ഇടങ്ങാറായിക്കണ്. ഇപ്പോൾ തേടി തിരഞ്ഞു വരികയാണ്. അവളെ കൊണ്ടുപോകാനാണല്ലോ. സത്യം പറഞ്ഞാൽ ഉസ്താദിനത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. ഉസ്താദ് നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ, നിങ്ങൾ ചോറുന്നോളൂ. ഇതാ ചോറൊക്കെ എടുത്ത് വെച്ചിക്കണല്ലോ. ഉസ്താദ് കൈ കഴുകി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐഷു, ഉപ്പച്ചിൻ്റെ കുട്ടി വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. നല്ല ഉപ്പച്ചി, എനിക്ക് ഉപ്പച്ചി വാരി തന്നാൽ മതി. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കേട്ടോ. മാഷാ അല്ലാ റഹ്മാനെ, അള്ളാഹുവേ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും മനസ്സിൽ അതായിരുന്നു വിചാരിച്ചിരുന്നത്. റഹ്മാനെ, എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം. സത്യം പറഞ്ഞാൽ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മടുത്തതാണ് ഞാൻ.
എൻ്റെ പെണ്ണ് എന്നെ വിട്ടു പോയതിന് ശേഷം എനിക്കെന്നും ഹോട്ടൽ ഭക്ഷണം തന്നെ. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷവും റാഹത്തും തന്നെയാണ്. ഉസ്താദെ കുറച്ചും കൂടി ചോറിട്ട് കഴിച്ചോളി. ഇതാ. അല്ലമ്മ മതി, വയറ് നിറഞ്ഞു. പിന്നെ ഇതാ ഈ ഫ്രൂട്ട്സ് കഴിച്ചാണേ. ഉമ്മ അപ്പോഴേക്കും ആപ്പിളും മുന്തിരിയും ഓറഞ്ചുമെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇത് കഴിച്ചോളി, ഇതാ തിന്നോളി. ഐഷുമോളെ തിന്നാളി ഉപ്പച്ചിൻ്റെ ഒപ്പം. സത്യം പറഞ്ഞാൽ ഐഷുമാക്ക് ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ അതിനും വേലെ നല്ലൊരു സന്തോഷം എൻ്റെ മനസ്സിക്കില്ല. കാരണം അത്രക്കും സന്തോഷം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. ഭക്ഷണമെല്ലാം കഴിച്ച് ഉസ്താദ് ഫ്രൂട്ട്സൊക്കെ കഴിച്ച്, ഉമ്മ എന്നാൽ ഞാനങ്ങോട്ട്. ഉപ്പച്ചി ഇപ്പം തന്നെ പോവണ്ട മോളെ, ഉപ്പച്ചിക്ക് ഇവിടെ കൂടുതൽ നിൽക്കാൻ പാടില്ല. എന്തുപ്പച്ചി? അല്ല അത് പെട്ടെന്ന് ഐഷുമ, അല്ല ഉസ്താദ് ഇപ്പം തന്നെ ഓടണ്ട, അവിടെ ഇരുന്നോളി, കുട്ടീൻ്റെ കുറച്ചവിടെ കളിപ്പിച്ച് ആ മജ്ലിസ് റൂമിൽ ഇരുന്നോളി. അതിനിപ്പോൾ എന്താ, അതിനിപ്പോൾ നിങ്ങളല്ലേ ഉള്ളത്. പൊന്നാര ഉസ്താദെ എന്തായാലും ദുആ ചെയ്യണം കേട്ടോ നിങ്ങൾ. പിന്നെ ഉമ്മ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, മാഷാ അല്ലാ. എനിക്ക് വീട്ടിലത്തെ ഭക്ഷണം കിട്ടുക ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് നിങ്ങൾ എൻ്റെ ഉമ്മാനെ പോലെയാണ്, അത്രക്കും എൻ്റെ ഉമ്മയെ കാണുന്ന പോലെയാണ് എനിക്ക്. പക്ഷെ ആരും ഇല്ലല്ലോ എനിക്ക്, ഉമ്മയില്ല, ഭാര്യയില്ല, ആകെയുള്ളതിൻ്റെ ഐഷു മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കുമില്ല. ഉപ്പൊക്കെ ചെറുപ്പം മുതൽ തന്നെ മരിച്ചു പോയി. ഉമ്മ പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും മരിച്ചു. എൻ്റെ സുഹർ എന്നെ വിട്ടു പോയതിൽ പിന്നെ ഉമ്മ എനിക്ക് സമാധാനം സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെ കാണുന്ന പോലെ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, മോനെ ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടീൻ്റെ ഉമ്മയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കല്ലേ. അല്ലുമ്മ ഭക്ഷണമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, അല്ലാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര രുചിയുള്ള ഭക്ഷണം ഇപ്പം അടുത്തൊന്നും കഴിച്ചിട്ടില്ല മോനെ. അതൊക്കെ എൻ്റെ കൈകൊണ്ട് ഞാനത് പടത്തരില്ല. ഞാൻ എടുത്ത് വെക്കാൻ കൂടും, ചിലപ്പോൾ വഴമ്പാൻ കൂടുന്നതാണെങ്കിൽ വഴമ്പാനും കൂടിയിട്ടില്ല. ഇവിടെ ഒരു പെണ്ണുണ്ട് സമീറ, എനിക്ക് ഉസ്താദിനെ അറിയോ അറിയില്ലേ ഇവിടെ ഉള്ള നിങ്ങൾക്ക്. ആ കുട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം എന്തോ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഭർത്താവ് നിരന്തരം എന്നെ ഉപദ്രവിക്കാൻ വരിക, പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ വരികയാണ്. ഞാൻ തന്നെ മോനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരൂല, അവിടെയും ഇവിടെയും പോയി വിളിച്ചാണ് ഓളെ. ഏതായാലും നിങ്ങളെന്തോ ചെയ്യുന്നു ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ആ കുട്ടി ഇടങ്ങാറയിക്കണ്. ഭർത്താവ് ഉണ്ട് പറഞ്ഞിട്ട് എന്താ, അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാക്കിയിട്ട് ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്. നിങ്ങൾ പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണം കേട്ടോ, അതൊക്കെ ഒഴിഞ്ഞു പോവാൻ. ഉമ്മ ഇൻഷാ അല്ലാ എന്തൊക്കെ തന്നെയാലും ഞാൻ ദുആ ചെയ്തോളാം. എൻ്റെ ഐഷുവിൻ്റെ കാര്യത്തിലും എനിക്ക് ടെൻഷനുണ്ട്. അവരെങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഐഷുവിൻ്റെ കാര്യത്തിൽ എനിക്ക്. ഉസ്താദെ നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താം, ഒരു കാര്യങ്ങളും ബേജാറാവില്ലേ. മോളെ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് ഇൻഷാ അല്ലാ എൻ്റെ വഴിക്ക് പോവാം. നിങ്ങൾ അതിനുള്ളൊരു നിയമങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഭർത്താക്കന്മാരിങ്ങനെ ഉപദ്രവിക്കണമെങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്യണം, എന്താണ് ആ പെണ്ണിന് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ ഒന്ന് നിങ്ങൾ അതിനുള്ള മസലയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു തരിട്ടാ. ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു. ഇൻഷാ അല്ലാ ഞാൻ എല്ലാം പറയാം. എന്തൊക്കെ തന്നെയാലും ഭക്ഷണമെല്ലാം കഴിച്ച് ഉസ്താദ്, ഐഷുമ്മ എന്നാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങട്ടെട്ടുമ്മ. മോളെ ഐഷു, ഉപ്പച്ചി പോട്ടെ കേട്ടോ, വരണ്ട കേട്ടോ ഇനി. ഉപ്പച്ചി ടാറ്റ, നല്ല ഉപ്പച്ചി, കുറച്ച് സമയം എൻ്റെ കൂടെ നിന്നല്ലോ ഉമ്മ. ആയിക്കോട്ടെ ഉമ്മ, എന്നാൽ ശരി കേട്ടോ, പോട്ടെ. അങ്ങനെ അതാ ഉസ്താദ് പോയി. ഐഷു അത് നോക്കി നിന്നു. ഐഷുമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉപ്പച്ചി വരും കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ, ഉപ്പച്ചി ഇവിടെ അടുത്ത് തന്നെ അറിഞ്ഞു. ഉപ്പച്ചിൻ്റെ ബാങ്ക് കേൾക്ക്, എന്ത് രസമാണ് ഉപ്പച്ചിൻ്റെ ബാങ്ക് കേൾക്കാനല്ലോ, മാഷാ അല്ലാ നല്ല ബാങ്കാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് രാത്രി ഉപ്പച്ചി വരും കേട്ടോ ഇൻഷാ അല്ലാ. എന്താണെന്നറിയില്ല, ഐഷമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതെ, ഷെരീഫ് ഫൈസിക്ക് ഏതായാലും പെണ്ണില്ല, അത് മരണപ്പെട്ടു പോയി. ഐഷുവിന് ഉമ്മച്ചിയില്ല. പഠിച്ചോനെ, എല്ലാം കൊണ്ടും പറ്റിയൊരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ. റഹ്മാനെ, ഖൈറാണെങ്കിൽ അവരെ നീ ഒരുമിപ്പിക്കല്ല. ഏതായാലും രണ്ടാളും അങ്ങനെ നിൽക്കല്ലേ, എന്തിനാപ്പോൾ പഠിച്ചോനെ, അങ്ങനൊരു വിധി നീ വിധിക്കല്ല ഖൈറാണെങ്കിൽ. ഐഷുമ്മ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.
അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.